നിജേഷ് അരവിന്ദ്, നോക്കൂ, അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ വിശ്വാസമോ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടോ അല്ല കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും, സ്ത്രീ പ്രവർത്തകർക്കുമൊക്കെ ഉള്ളത്, സ്ത്രീ നേതാക്കൾ ഉൾപ്പെടെ അവർക്കുമുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തെളിവുകൾ വെച്ച് പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പക്ഷേ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? KPCC അധ്യക്ഷനാണെങ്കിലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അവരുടെ പ്രവർത്തകരാണെങ്കിലും ഒക്കെ ഇവിടെ എന്ത് തെളിയിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ കൂടെയാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകൾക്കൊപ്പം ആണെന്ന് പറയുന്ന പാർട്ടി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണത്തിൻ്റെ പേരിലെടുത്ത നടപടിയെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു സന്ദേശമായി ആളുകൾക്ക് മുമ്പിൽ വെക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. അവിടെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് ആരാണ്, ഏത് രാഹുലാണ് എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസിനെ പരിഹസിച്ച് ഉണ്ടാകും. അതാണിപ്പോൾ ഉണ്ടായത്. ശ്രീ ലാലിനും CPM-ന്റെ വക്താവിനും ശ്രീ പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങൾ മറുപടിയായി കണക്കാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടുതലായിട്ടൊരു മറുപടി അതിൽ ആവശ്യമില്ല എന്ന ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. ആരാണ് കോൺഗ്രസിന്റെ നേതാവ് എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയം തീർത്ത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നും രാഹുൽ ഈശ്വറിന്റെ ഒക്കെ പേര് വിളിച്ചു പറഞ്ഞിരുന്നു. അതൊക്കെ അപക്വമായ CPM-ന്റെ വക്താക്കളൊക്കെ വന്നിട്ട് അങ്ങനെ പറയുമ്പോൾ അവരുടെ അപക്വമായ നിലപാടായിട്ട് മാത്രം കണക്കാക്കുക. ഞാൻ ശ്രീ പ്രേംകുമാർ അതുപോലെ തന്നെ ശ്രീ ലാൽ നമ്മുടെ പാർട്ടി തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ BB ചെറിയാൻ, ലാലിനറിയാലോ, CPM-ന്റെ ഉന്നതനായ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിയിൽ ഒരു വനിതാ സഖാവ് തന്നെ ചില ആളുകൾ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി പാർട്ടി അന്വേഷിക്കുന്നു. പാർട്ടി അന്വേഷിച്ച ശേഷം അത് തെറ്റാണ് എന്ന് പാർട്ടി റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. 6 മാസം കഴിഞ്ഞ് ആ സ്ത്രീ പ്രസവിക്കുന്നു. പാർട്ടി യോഗം വീണ്ടും ചേരുന്നു. പാർട്ടി അന്വേഷണം നടത്തിയിട്ടും പാർട്ടി പറഞ്ഞതിന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രസവിച്ച ആ സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് പറഞ്ഞത് ശ്രീ BB ചെറിയനാണ്. നേരത്തെ KM റോയ് അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ലാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണ് വ്യത്യാസം? എന്താണ് അത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനപ്പുറത്തേക്ക് പറയണമല്ലോ. എവിടെയാണ് വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ കാണിച്ചത് എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ VB ചെറിയാൻ പറഞ്ഞതിനെയൊക്കെ ആളുകളെ കേൾപ്പിക്കാൻ അങ്ങേക്ക് സമയം തന്ന ഒരു അവതാരകനാണിപ്പോൾ. ഇവിടെ ഈ ചർച്ചയിൽ ഞാൻ തർക്കിക്കുമെന്ന് കരുതിയ ഒരിടത്തും ഞാൻ തർക്കിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അറിയേണ്ടതും ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതും അവർക്ക് അറിയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇതിൽ നിന്നൊക്കെ എവിടെ വ്യത്യാസം കാണിച്ചു എന്നാണ്. നിങ്ങൾ എന്തിനാണ് റോഡിലിറങ്ങി ആ കാലഘട്ടത്തിലൊക്കെ സമരം ചെയ്തത് എന്നത് നാട്ടുകാരോട് പറയേണ്ടതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ മാതൃക കാണിച്ചിരിക്കുന്നു എന്ന്. അതില്ലല്ലോ. അവിടെ CPM-ന്റെ വക്താവിന് സംശയം ശ്രീ ഷാഫി പറമ്പിൽ നാളെ എന്തെങ്കിലും ചെയ്ത് ഇയാളെ അകത്തേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിലാണ് CPM-ന്റെ വക്താവിന് സംശയം. ഞാൻ ആ വക്താവിന് അദ്ദേഹത്തിന് എത്രത്തോളം അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞാൻ അടക്കമുള്ള ആളുകൾ ആ വിഷയത്തെ പറ്റി വളരെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ്. ഒരു ഇരുമ്പുലൊക്കെയും ഞങ്ങളുടെ നാട്ടിലില്ല. ഈ മുകേഷിനെ പറ്റി ഈ ഒരു വിഷയം വന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ പാർട്ടിക്കകത്തുനിന്ന് ലാൽ ഒരഭിപ്രായ പ്രകടനം നടത്തിയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇത് എന്ത് പറഞ്ഞാലും താങ്കൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതെല്ലാം കൂടി എങ്ങനെ സമീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് നിങ്ങൾക്ക് നിസ്സാരമാക്കി കളയാൻ പറ്റുന്നൊരു പ്രവൃത്തിയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കേൾക്കുന്ന ആരോപണം എന്താണ്? ലൈവാണത്. ഇപ്പോഴും മാധ്യമങ്ങൾ ആ ശബ്ദമുണ്ട്, ആ ക്ലിപ്പുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത ക്ലിപ്പുകൾ വരാൻ പോകുന്നുവെന്ന് മാധ്യമങ്ങളൊക്കെ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ അവർക്ക് ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ ഒരു സ്വതന്ത്ര MLA അല്ല, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ ആ അധ്യക്ഷൻ സ്വയം രാജിവെച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എനിക്കതിന് നടപടിയില്ല, ഞാൻ സ്വയം രാജിവെച്ചതാണ്, എൻ്റെ അണികൾക്ക് മറുപടി പറയേണ്ട എന്ന് കരുതി ഞാൻ രാജിവെച്ചതാണ്. അയാൾ രാജിവെച്ചിട്ട് പകരം ഒരാളെ അവിടെ വെക്കാൻ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ
ഷാഫി പറമ്പിലിൻ്റെയോ ഒരു ക്ലിയറൻസ് കിട്ടാതെ അവിടെ ഒരു പുതിയ ആളെ വെക്കാൻ പറ്റാത്ത വിധം ശക്തനായ MLA ആയി പാർലമെൻ്ററി പാർട്ടി അംഗമായി ഇപ്പോഴും തുടരുന്ന ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നാണ് പറയുന്നത്? നിങ്ങൾ ആരെയാണ് അപ്പുറത്ത് ചൂണ്ടിക്കാട്ടുന്നത് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്? ലാലിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ആളില്ലാത്തതാണ് ലാലിന്റെ പ്രശ്നമെങ്കിൽ അത് ഓക്കെ, നമ്മൾക്കത് പരിഹരിക്കാം, അത് ചർച്ച ചെയ്യാം, അത് പരിഹരിക്കാം. ഇനി MLA-ക്കെതിരെ നടപടി, കുറെ ആളുകളുടെ കയ്യിൽ പരാതിയൊക്കെ ഉണ്ട്, അതാണ് ഇതാണെങ്കിൽ ആ പരാതിയൊക്കെ പുറത്തു വരണം. എന്താ സംശയം? ഞങ്ങളാരും ഏതെങ്കിലും ഒരു പരാതി വരരുത് എന്നോ അതിനെ തടഞ്ഞു വെക്കണമെന്നോ അതിനെതിരെ ഏതെങ്കിലും രീതി ഇല്ലായ്മ ചെയ്യണമെന്നൊന്നും വന്ന പരാതികളിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തു? ആർക്ക് കൂടെ പിന്തുണ കൊടുത്തു? അല്ല, എവിടെയാണ് ലാൽ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേസിൽ പ്രതിയുണ്ട്, വാദിയില്ല. ആ വാദിയെ ഇതുവരെ കണ്ടെത്തിയതായിട്ട് എന്റെ അറിവിലില്ല. ഞങ്ങൾ അന്വേഷിച്ച് നടക്കണമോ? കേരളത്തിലെ ചാനലുകൾ, പ്രത്യേകിച്ച് കൈരളിയും റിപ്പോർട്ടറും ഒക്കെ നിത്യേന പുറത്തുവിടുന്ന ഒരു കാര്യത്തിൽ ആരാണ് പരാതിക്കാരി? അത് നമ്മൾ വിളിക്കുന്നത് പോലെ നമുക്ക് അതിജീവിത എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരൊക്കെ ഇട്ട് നമുക്ക് വിളിക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ആ പരാതി അങ്ങനെ ഒരു പരാതിയെ കൊണ്ടുവരാൻ കേരളത്തിലെ ആഭ്യന്തര രംഗത്തിന് ആ ഒരു പരാതി കൊടുക്കാൻ കേരളത്തിലെ സാധാരണ സ്ത്രീകൾക്ക് കഴിയാതിരിക്കുന്ന ഒരു പരിസരമുണ്ട്. അത് ശ്രീ ലാൽ മനസ്സിലാക്കുക. അതാണോ പ്രശ്നം? ഇതിനകത്ത് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണോ കോൺഗ്രസിന്റെ പ്രശ്നം? കോൺഗ്രസ് പാർട്ടി ഇതിനെ ഒരു നിയമ സംവിധാനത്തിൽ ക്രമസമാധാനം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇത്? നിങ്ങൾക്ക് ഈ ശബ്ദം കേട്ടാ പോരെ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം നാണക്കേട് ഉണ്ടാക്കിയ ഒരു ശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കണ്ടേ? ഇങ്ങനൊരു ശബ്ദം ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശ്രീ ലാൽ പറഞ്ഞ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിന് പരാതി കൊടുക്കാൻ സ്ത്രീകൾ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ജിത തയ്യാറാകുന്നില്ല, പലരും തയ്യാറാകുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതുപോലെ ഒരു കേസിലെ പ്രതിയാണ്. അതും ചില്ലറക്കാരിയൊന്നല്ല. എന്താണ് നിജേഷ് അരവിന്ദ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ അപ്പുറത്തുള്ള കുറെ പേരെ തെറി വിളിക്കണം. കാരണം നിങ്ങളുടെ ഭാഗത്ത് പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോയി.